വീട്ടിലുള്ളവരെല്ലാം അവരുടെ സീക്രട്ട് മെസ്സേജസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒറിഗാമി സീക്രട്ട് ബോക്സസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ എങ്ങനെ ഒരു ഒറിഗാമി സീക്രട്ട് ബോക്സ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 13.5 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ അതിൻ്റെ സെൻറ്ററിന് 4 സൈഡായിട്ട് ഇതുപോലെ ഒന്ന് നടുമടക്കി എടുക്കുക. അപ്പോൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 4 ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാണാൻ കഴിയും. ഇനി ഇതുപോലെ 4 എൻഡിനും സെൻറ്ററിലേക്ക് ഒന്ന് ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ 4 സൈഡും മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ഒന്ന് മടക്കിയെടുക്കുക. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഒന്ന് മടക്കിയെടുക്കുക. വീണ്ടും ഓപ്പൺ ആക്കിയതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഇനി മറ്റേ സൈഡും അതുപോലെ സെൻറ്ററിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. വീണ്ടും ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്നുകൂടെ ഓപ്പൺ ആക്കിയെടുക്കുക. ഇനി അതിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുക്കുക. അപ്പോൾ ആ ബോക്സിന് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീണ്ടും ഓപ്പൺ ആക്കിയതിന് ശേഷം ആ പേപ്പർ ഒന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം 2 സൈഡിൽ നിന്നും ഇതുപോലെ സെൻറ്ററിലേക്ക് ആക്കിയെടുത്തതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കുക. ബാക്കി വരുന്ന പോർഷൻ ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്തെടുക്കുക. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള സീക്രട്ട് ബോക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു A4 സൈസിലുള്ള പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും സൈസൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ പേപ്പർ എടുത്തതിന് ശേഷം അതൊന്ന് 3 സൈസായിട്ട് ഒന്ന് മടക്കിയെടുക്കുക. അതൊന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലെ പേപ്പർ ഒന്ന് സെൻറ്റർ ഭാഗത്ത് പിടിച്ചതിന് ശേഷം ഒന്നുകൂടെ മടക്കിയെടുക്കുക. അപ്പോൾ അത് കറക്റ്റ് 2 പാർട്ടീഷനായി കിട്ടും. അപ്പോൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സെൻറ്ററിൽ ഒരു വര വന്ന് കാണാൻ പറ്റും. ഇനി ഇതുപോലെ ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡിനും അത് ഫസ്റ്റ് കാണുന്ന ലൈനുമൊക്കെ ഒന്ന് ഇതുപോലെ പേപ്പർ എടുത്തതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കുക. ഇനി 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുക്കുക. 4 കോർണറും ഇതുപോലെ ചെയ്തെടുക്കണം. ഇത്രയും നേരം മടക്കിയതെല്ലാം ഒന്നുകൂടെ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ലൈൻസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. മുകളിൽ കാണുന്ന ഇതുപോലത്തെ കോർണേഴ്സിൽ ഒരു സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം സ്കെയിൽ വെച്ച് ഇതുപോലെ കുറച്ച് ലൈൻസ് ഇട്ടതിന് ശേഷം ആണ് കറക്റ്റായിട്ട് മടക്കിയെടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനിൽ മടക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടിഭാഗവും ഇതുപോലെ ചെയ്തെടുക്കുക. ഓപ്പൺ ആക്കി എടുത്തതിന് ശേഷം ആ പേപ്പർ ഒന്ന് മറച്ച് വെക്കുക. അതിന് ശേഷം ബാക്കിലാണ് ഇനിയുള്ള പരിപാടിയെല്ലാം. അപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ ലൈൻ കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ 4 എൻഡിൽ നിന്നും ഓരോ കോർണേഴ്സ് എടുത്ത് ഇതുപോലെ സെൻറ്ററിലാക്കി ഒന്ന് മടക്കിയെടുക്കാം. ചെയ്തതിന് ശേഷം വീണ്ടും പേപ്പർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം മറ്റേ സൈഡ് കാണാൻ കഴിയും. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന സ്റ്റെപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. 2 സൈഡിൽ നിന്ന് പേപ്പർ ഇതുപോലെ എടുക്കുക. ഇനി 4 കോർണേഴ്സിലും അതുപോലെ തന്നെ പേപ്പർ ഒന്ന് മടക്കിയെടുക്കുക.
വെച്ച് ബെൻഡ് ചെയ്ത ആ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടം സൈഡും അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കോൺ ഷേപ്പ് കിട്ടും. ആ കോണിൻ്റെ അടിഭാഗം ഒന്നുകൂടെ സ്റ്റിക്കിയായി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ യൂസ് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. ബോക്സ് എല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്മോൾ ബോക്സസ് എല്ലാം അതിനുള്ളിൽ ഫിറ്റായി നിൽക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. അതിനുശേഷം കുറച്ച് ഗ്ലൂ യൂസ് ചെയ്തതിന് ശേഷം അതും ഒന്ന് ഉള്ളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ഓരോന്നും ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.